ഭാഷയ്ക്ക് രണ്ട് പദവി ഇക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ആഠ്യഭാഷ കേന്ദ്രം അംഗീകരിച്ചു. എത്രയോ കോടി രൂപയും കിട്ടി. എനിക്ക് നിശ്ചയമില്ല എത്ര കോടിയാണെന്ന്. അവർക്കുള്ളത് ബഹുമാനം വരുന്നു. രണ്ട്, ഭാഷയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല ഉണ്ടായി, മലയാള സർവകലാശാല. ഇതെല്ലാം വരുമ്പോഴും സംസ്കാരത്തിൻ്റെ അപചയഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഒരു കാലത്ത് ആ വാക്ക് കേട്ടാൽ കരിവരുന്നവർ പോലും ഇന്ന് സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ കെട്ട കാലം എന്നൊക്കെ എല്ലാ കുട്ടികളും പ്രയോഗിക്കുന്നു. അത് സംഭവിച്ചത് നമുക്ക് ഭാഷയുമായുള്ള സജീവ ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിൽ അത് വളരെ കൂടുതലായി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 80-70 വർഷം ഇരിക്കട്ടെ പൊതു ജീവിതത്തിൽ നിരീക്ഷകനായും പങ്കാളിയായും ജീവിച്ച ഒരാളാണ്. ഒരു കാലത്തും ഞാൻ ഇതുപോലെ ഒരു ഘട്ടം കാണും എന്ന് കരുതിയിരുന്നില്ല. അത്രയധികം ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ് പഠിക്കുന്നത്. പെൺകുട്ടികളുടെ ആൺകുട്ടികൾ കാണിക്കുന്ന ആദരവ്, അവർക്ക് നൽകിയ പ്രത്യേകമായ ബഹുമാനം എല്ലാം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നിച്ച് കോളേജിൽ വെച്ച് എക്സ്കർഷന് പോയാൽ 2-3 ദിവസങ്ങൾ യാത്ര ചെയ്താൽ അവിടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വാക്ക് പോലും ആൺകുട്ടികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പെൺകുട്ടികൾ കമൻ്റൊക്കെ കാലത്തുമുണ്ട്, പക്ഷെ കമൻറ്റിനും അതിൻ്റേതായ രസമുണ്ട്. എൻ്റെ ബാച്ചിൽ പഠിച്ചിരുന്ന സുന്ദരിയായ ഒരു കുട്ടിയുടെ പേര് ലീല എന്നാണ്. അപ്പോൾ ആ ലീലയെ അഭിനന്ദിക്കുന്നതിന് ഒരു സമസ്യാപൂരണത്തിന് വേണ്ടി ബ്ലാക്ക് ബോർഡിൽ ഒരു വരി എഴുതിയിട്ടു. ലീല തന്നെ ഹൃദയാപഹാരിണി, സമസ്യ പൂരിപ്പിക്കുക. അതൊരു ഫലിതമാണ്. അന്നത്തെ ഫലിതത്തിന് ഈ നിലവാരമുണ്ടായിരുന്നു. അത് ഫലിതത്തിന് പോലും ഇന്ന് അത് വരികില്ല, ശൈലി വരുന്നില്ല. അതിന് കാരണം പലതാണ്, അനേക കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഒരു കാരണം നമുക്ക് നമ്മുടെ പൈതൃകവുമായുള്ള രക്തബന്ധം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നഷ്ടമായി എന്ന് ഞാൻ പറയില്ല, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. യുവർ അനന്തമൂർത്തി MG യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി വന്നപ്പോഴാണ്, അദ്ദേഹം കർണാടകക്കാരനാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹം ആദ്യം നമ്മളുടെ വളരെ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ചെവിയിൽ അന്നാണ് കേൾക്കുന്നത്, മാതൃഭാഷ 2ാം ഭാഷയായി പഠിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് കേരളീയർ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് നമ്മളത് ഇട്ടറോട് ഓർമ്മിക്കുക. ശരിയാണല്ലോ, മലയാളം 2nd ലാംഗ്വേജാണ്, 2ാം ഭാഷ. ഇത് വളരെ കാലമായി നമ്മുടെ നാട്ടിൽ തുടർന്നു പോരുന്ന ഒന്നാണ്.